എൻ്റെ പേര് മനു എന്നാണ്. ഞാൻ പിറവത്തിനടുത്ത് ഏഴക്കർനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 11/8/2023 ഞാൻ പുറത്തേക്ക് പോകാനുള്ളൊരു ആവശ്യത്തിൻ്റെ ഇത് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. അതിൻ്റെ സാക്ഷി ഞാൻ ഒരു തവണ ഇവിടെ പറഞ്ഞതാണ്. പിന്നീട് ഞാൻ പോയത് വിസിറ്റ് വിസയിലായിരുന്നു. അവിടെ ചെന്ന് ജോലി കിട്ടുവാൻ വേണ്ടി കുറേയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതിനുശേഷം അവിടെ ചെന്ന് ഒരു സുഹൃത്ത് വഴി ഒരാളെ പരിചയപ്പെടുകയും അയാളുടെ കെയർ ഓഫിൽ വഴി അവിടെ പേപ്പർ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ പേപ്പർ അവിടെ സ്വീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടുത്തെ നിയമം മാറി. വിസിറ്റ് വിസയിൽ ചെന്ന് അവിടെ വർക്ക് വിസയിലേക്ക് മാറുവാൻ അവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം മൂലം എനിക്കത് സാധിച്ചു കിട്ടി. പിന്നീട് അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കൊടുത്തു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കുവാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയുടെ ശക്തിയാൽ മാത്രം എനിക്കത് ആദ്യത്തെ തവണ തന്നെ തിയറി ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി എനിക്ക് ലൈസൻസ് നേടുവാൻ സാധിച്ചു. അതിനുശേഷം അവിടെ ചെന്ന് ഒരു അസുഖം വരികയും ഡോക്ടറെ കാണുവാനുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തിയിലും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് വഴി അസുഖം മാറി കിട്ടുകയും ചെയ്തു. പിന്നീട് കുറേ അനുഭവങ്ങളുള്ളത് എൻ്റെ വൈഫിനാണ്. അത് അവൾ തന്നെ സാക്ഷ്യപ്പെടുത്തും. എൻ്റെ പേര് രാഹി. ഞാൻ 4.5 വർഷമായിട്ട് മാൾട്ടയിൽ ജോലി ചെയ്യുകയാണ് കെയറായിട്ട്. അവിടെ നേഴ്സാവണമെങ്കിൽ OET പാസ്സാവണം. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് 2023 തന്നെ. ഞാൻ 5 പ്രാവശ്യം OET എഴുതി. എൻ്റെ കഴിവും കൊണ്ട് 5 പ്രാവശ്യം ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എപ്പോഴും ഒരു മൊഡ്യൂൾ 10 മാർക്കിന് വെച്ച് പൊയ്ക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു പ്രാവശ്യം എഴുതി നോക്കി. അന്നേരം ഉടമ്പടി എടുത്തു രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുമെന്നല്ലാണ്ട് നല്ലതുപോലെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് IELTS വേണ്ടിയിട്ടായിരുന്നു വെച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ OET എഴുതാതെ IELTS എഴുതി. അന്നേരവും ഞാൻ നന്നായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷേ അവസാന പ്രാവശ്യം എഴുതിയപ്പം ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കാതെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും പഠിക്കുന്നേക്കാൾ ഉപരിയായി എന്ന് ഞാൻ മുഴുവൻ ജപമാല ചൊല്ലി നന്നായിട്ട് ബൈബിൾ വായിച്ചു. 2 ദിവസത്തിന് പകരം 5 ദിവസവും നന്നായിട്ട് ഉപവാസം എടുത്തു. എന്നിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് മാതാവ് ഡിസംബർ 7-ാം തീയതി തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി. പിന്നെ ഞാൻ കൗൺസിൽ അപ്ലൈ ചെയ്ത് 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടുകയും 9-ാമത്തെ ദിവസം സാറ്റർഡേ സൺഡേ കൂട്ടാതെ 7-ാമത്തെ ദിവസം എനിക്ക് മാതാവ് രജിസ്ട്രേഷൻ തന്ന് ഞാനിപ്പോൾ മാൾട്ടയിൽ രജിസ്റ്റേർഡ് നേഴ്സാണ്. കയറിയിട്ടില്ല. ചെന്ന് ഞാൻ നേഴ്സായിട്ട് കയറും. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2016 മുതൽ OETക്ക് വേണ്ടി നടക്കുന്നതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. അതുവരെ ഞാൻ എൻ്റെ കഴിവിൽ മാത്രമാണ് വിശ്വസിച്ചത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വിജയം വരിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് മുന്നും കൊടുത്തവർക്കും അതിന് ശേഷം കൊടുത്തവർക്കും ഇതുവരെ ഡേറ്റ് കിട്ടിയിട്ടില്ല. അത് അമ്മയുടെ സമയത്തിൻ്റെ മേലുള്ള അധികാരം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഡിസംബറിൽ എനിക്കൊരു പനി വന്നു. ടെമ്പറേച്ചർ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ അത്ര കാര്യമാക്കി എടുത്തില്ല. അവസാനം ജനുവരി 3-ാം തീയതി ആയപ്പം ഒട്ടും വയ്യാണ്ടായി. ത്രോട്ടൊക്കെ ഭയങ്കരമായിട്ട് എൻലാർജ് ആയപ്പം പോയി ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ എല്ലാ പ്രൊഫൈൽസും ഹൈ ആയിരുന്നു. ലിവർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം. അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് 19-ാം തീയതിയാണ് വന്നേക്കുന്നത്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് നന്നായി പ്രാർത്ഥിച്ചു. തൈലവും പുരട്ടി എൻ്റെ തൊണ്ടയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് എനിക്കൊരു വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റിയത്. ഉപ്പ് എന്നും രാവിലെയും വൈകുന്നേരം കഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ പ്രൊഫൈലും നോർമലായി. ഇപ്പം എനിക്ക് തൈറോയിഡും ഷുഗറും കൊളസ്ട്രോളും ഒന്നുമില്ല. എല്ലാം നോർമലാണ്. ഞാൻ എക്സാമിന് പോയപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാശുരൂപവും തൈലവും എല്ലാം ആയിട്ടാണ് പോയത്. തൈലം ഞാൻ കട്ടറിൽ ഒഴിച്ച് ഓരോ മൊഡ്യൂളിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ റീഡിങ് ഞാൻ ഒരു പ്രാവശ്യം പോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഓരോ ആൻസർ എഴുതിയപ്പോഴും ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചെഴുതി. അങ്ങനെ ഞാൻ ജയിച്ചു. എൻ്റെ മാതാവിന് 1000 നന്ദി. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വേണമെങ്കിലും ഓൺലൈനിലൂടെ കാണുന്ന
ഈ ചികിത്സാ സഹായത്തിന് കാണുന്ന ആൾക്കാർക്കൊക്കെ കഴിവിൻ്റെ അനുസരിച്ച് തന്നെ അവിടെ നിന്ന് അക്കൗണ്ട് വഴി പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നാട്ടിൽ ഒരു കുട്ടിയുടെ പഠനം മുടങ്ങിപ്പോയായിരുന്നു. അച്ഛനെ സുഖമില്ലാണ്ട് വന്നപ്പോൾ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് 3rd ഇയർ വെച്ച് എൻ്റെ പഠനം ആദ്യമേ തന്നെ നിന്നു. അതിങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും കൂടി ആ കൊച്ചിൻ്റെ പഠനത്തിനുള്ള ബാക്കിയുള്ള എമൗണ്ട് മൊത്തം അക്കൗണ്ട് വഴി അയച്ചു കൊടുക്കുകയും അവരുടെ കുടുംബത്തിൽ ചെന്ന് കണ്ടപ്പോൾ അവിടെ കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവരുടെ പെരയൊക്കെ ആകെ മോശമായി കിടക്കുകയായിരുന്നു. അത് മൊത്തം ഞങ്ങളെ കണ്ടാവുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ എന്നിലൂടെ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കണ്ട് പലരോടും പറയാനും അതുവഴി പല സുഹൃത്തുക്കൾ വഴി എനിക്ക് സഹായം തരികയും അത് അവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അവരുടെ കുടുംബം നല്ല രീതിയിലാക്കുവാനും എനിക്ക് ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ പോയപ്പോഴാണേലും പത്രം, കാശ് രൂപവും കൊന്തയും എല്ലാം മേടിച്ചുകൊണ്ട് പോയി. അത് അവിടെ ചെന്ന് പലരോടും എനിക്ക് കിട്ടിയ കാര്യങ്ങൾ അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് കൊടുക്കുവാനും, പിന്നീടാണേലും എൻ്റെ പെങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പലതവണയായിട്ട് അവളിവിടെ വരുന്ന സമയത്തെല്ലാം ഉടമ്പടിത്തെ പത്രവും കാശ് രൂപവും എല്ലാം മേടിച്ചുകൊണ്ട് വരുവാനും പല ആളുകൾ വഴി അത് അവിടെ എത്തിച്ച് അവിടെ ഓരോരുത്തർക്കും കൊടുക്കുവാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പല ആളുകളെ കൊണ്ട് ഇവിടെ വരുന്ന ഉടമ്പടി എടുപ്പിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുള്ളത്. അമ്മ മാതാവിനും തിരുകുമാരനും ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എപ്പോഴും നന്ദിയുള്ളവരോട് സ്മരിക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ തുടരുമെന്നും ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയോടെ പറയുന്നു. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മനു എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും മക്കളും ഉടമ്പടി ജീവിതത്തിൽ കുടുംബത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകൻ ആദ്യം സൂചിപ്പിച്ചത് വിദേശത്ത് പോകുവാൻ വേണ്ടി 3 തവണ പേപ്പർ സബ്മിറ്റ് ചെയ്ത് റിജക്റ്റ് ആക്കപ്പെട്ട വ്യക്തിയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും അത് തയ്യാറാക്കി നൽകുമ്പോൾ അത് അക്സെപ്റ്റ് ആവുകയും അങ്ങനെ മാൾട്ടയിൽ വിസിറ്റിംഗ് വിസയിൽ മകൻ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ ജോലി ചെയ്തു തുടങ്ങുമ്പോഴാണ് അവിടെ നിയമം മാറി വിസിറ്റിംഗ് വിസയിൽ വന്നവർക്ക് വർക്ക് വിസ ലഭിക്കില്ല എന്ന പ്രയാസമുണ്ടാകുന്നത്. അവിടെയും പരിശുദ്ധമ്മയുടെ സഹായത്താൽ പ്രാർത്ഥനയാൽ മകന് ആ ക്ലേശകാലം തരണം ചെയ്ത് വർക്ക് വിസയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുക്കുന്നു. പിന്നീട് പങ്കാളിയുടെ OIT പരീക്ഷ, വിദേശത്ത് പോകുവാൻ അവിടെ കെയർ വിസയിൽ ചെല്ലുന്നു. അവിടെ നേഴ്സാകുന്നതിന് വേണ്ടിയുള്ള OIT പരീക്ഷ 6 തവണ എഴുതി പരാജയപ്പെടുന്നു. അതിനുശേഷമാണ് അമ്മയുടെ തിരുനടയിൽ ഈ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പൂർണ്ണ ശരണത്തോടുകൂടി കഴിവിനാലല്ല ബുദ്ധിയാലല്ല മറിച്ച് അമ്മ മാതാവിൻ്റെ സഹായത്താൽ കൃപയാൽ എനിക്കത് അനുവദിച്ചു തരണം ആഗ്രഹത്തോടു കൂടി മകൾ പരീക്ഷ എഴുതുന്നത്. മകൾ പറയുന്നുണ്ട്, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വായിച്ചു നോക്കുവാൻ പോലും സമയമില്ലായിരുന്നു. എനിക്കാകെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി മാത്രമായിരുന്നു ബലവും ആശ്വാസവും. ഞാൻ ആ പരീക്ഷ എഴുതുമ്പോൾ 7ാമത്തെ തവണ ആ പരീക്ഷ ഞാൻ വിജയിക്കുന്നു. അത് ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസം എനിക്ക് ആ വിജയത്തിൻ്റെ വാർത്ത അറിയുവാൻ പറ്റി. അതുകൊണ്ട് തന്നെ അത് അമ്മ മാതാവ് അനുവദിച്ചു തന്ന അനുഗ്രഹമാണെന്ന് എനിക്കുറപ്പായിരുന്നു. വീണ്ടും സഹോദരി പറയുന്നുണ്ട്, 7 ദിവസങ്ങൾക്കുള്ളിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ലഭിച്ചു. അങ്ങനെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് മകൾക്ക് അനുവദിച്ചു കൊടുത്തു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമായിരുന്നു. അത് ആദ്യത്തെ 2 തവണ പരാജയപ്പെട്ടിരുന്നു. അമ്മയുടെ തിരുസന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പിന്നീട് ടെസ്റ്റിന് പോകുമ്പോൾ യാതൊരു ക്ലേശവുമില്ലാതെ ലൈസൻസ് ലഭിക്കും വിധം കാര്യങ്ങൾ അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തതിനെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഞങ്ങൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്തു തുടങ്ങുന്നത് ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷമാണ്. ഉടമ്പടിയുടെ ഹൃദയം ശരിക്കും അതിൻ്റെ കാരുണ്യപ്രവൃത്തികൾ തന്നെയാണ്. കാരുണ്യപ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയം എത്ര കണ്ട് തുടിക്കുന്നുവോ, മറ്റൊരാളെ നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവശതകളിൽ നമ്മൾ അവർക്ക് അനുഗ്രഹമാകും വിധം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് പറയും, പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ ബ്രെയിനാണ്. കാരണം പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ലോകത്തിന് കൈമാറുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികളിലൂടെ പരസ്പര ജീവിതത്തിലൂടെ നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ നമ്മൾ കൂട്ടായി തീരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടായി മാറുന്നു.
അതുകൊണ്ടാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി വിശ്വസ്തയോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിർബന്ധമായും തിഷ്ഠതയോടെയും നിരന്തരവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നവ. നമുക്ക് ഉടമ്പടിയുടെ ആത്മാവിലേക്ക് തിരികെ വന്നുകൊണ്ട് ഉടമ്പടിയെ നമുക്ക് ശക്തിപ്പെടുത്തുവാൻ നിരന്തരം ശ്രദ്ധിക്കാം. അത് ദൈവത്തിൻ്റെ സഹായം വേഗത്തിൽ അസാധ്യമെന്ന് കരുതുന്നത് നിസ്സാരമായി നമുക്ക് നൽകും വിധം ദൈവം ഇടപെടുന്നത്, അമ്മ മാതാവ് കൂടെ നിൽക്കുന്നത് കാണുവാനാവും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.